Hi students, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിലെ NCERT ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ബൈ സ്യൂട്ടബിൾ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു വി ക്യാൻ കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു another system of unit. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ഈക്വൽ ടു ഡാഷ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. അതായത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2നെ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2ലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 അതിനൊന്ന് മാറ്റി എഴുതുന്നു. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ. അതായത് സെക്കൻഡ് റേസ് ടു -2നെ ഞാൻ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് മാറ്റി എഴുതി. ഓക്കെ, ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം. നമുക്കറിയാം 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 10⁻³ ഗ്രാം. ഓക്കെ, അടുത്തത് മീറ്ററിന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 10⁻² സെൻറ്റിമീറ്റർ. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 kilogram meter square divided by second square is equal to 1 into 10⁻³ gram into 10⁻² centimeter whole square divided by second square. ശരിയല്ലേ? അതായത് കിലോഗ്രാമിന് പകരം 10⁻³ ഗ്രാം എന്ന് കൊടുത്തു, മീറ്ററിന് പകരം 10⁻² സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. ശരിയല്ലേ? ഇനി നമുക്കിതിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ. 10⁻² ഹോൾ സ്ക്വയർ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻² ഇൻറ്റു 2 ദാറ്റ് ഈസ് 10⁻⁴ അല്ലേ? അപ്പോൾ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് 10⁻⁴ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, ദെൻ 10⁻³ ഇൻറ്റു 10⁻⁴ ഈസ് 10⁻⁷ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10⁻⁷ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ഈസ് ഈക്വൽ ടു 10⁻⁷ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 എന്ന് പറയുന്നത് ജൂളാണ്. ഓക്കെ, അതുപോലെ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 എന്നത് എർഗാണ്. ഓക്കെ, ഇത് രണ്ടും എനർജിയുടെ യൂണിറ്റാണ്. ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ SI യൂണിറ്റും എർഗ് എന്ന് പറയുന്നത് അതിൻ്റെ CGS യൂണിറ്റുമാണ്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ തന്നിരിക്കുന്നത് 1 മീറ്റർ ഈക്വൽ ടു ഡാഷ് ലൈറ്റ് ഇയർ. അതായത് മീറ്ററിനെ ലൈറ്റ് ഇയറിലേക്ക് മാറ്റാനാണ് പറയുന്നത്. നമുക്കറിയാം ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ 1 ഇയർ അല്ലേ? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. അതായത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതണമെങ്കിൽ മോഷൻ എന്തായിരിക്കണം? യൂണിഫോം മോഷൻ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്നത് യൂണിഫോം മോഷനിലാണ്. അതിൻ്റെ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? നമുക്കറിയാം ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ ടൈം എത്രയാണ്? 1 ഇയർ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് T ഈസ് ഈക്വൽ ടു 1 ഇയർ എന്ന് എഴുതാം. ഓക്കെ, 1 ഇയർ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ആണ് അല്ലേ? അപ്പോൾ അതിന് നമുക്ക് 365 ഡേയ്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 365 ഇൻറ്റു 24 hours. ഓക്കെ, കാരണം 1 ഡേ എന്ന് പറയുന്നത് 24 hour ആണ്. ഓക്കെ, അതിന് വീണ്ടും മാറ്റി എഴുതാം.
ദാറ്റ് ഈസ് 365 ഇൻറ്റു 24 ഇൻറ്റു 60 മിനിറ്റ്. കാരണം 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഇതിനെ വീണ്ടും മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 365 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60 സെക്കൻഡ്. കാരണം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ 31536,000 സെക്കൻഡ്. ഓക്കെ, ഇത് നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇവിടെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7. സോ വി ക്യാൻ റൈറ്റ് ആസ് 3.1536 ഇൻറ്റു 10⁻⁷ സെക്കൻഡ്സ് എന്നെഴുതാം. മനസ്സിലായില്ലേ? ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸. ഓക്കെ, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ടൈം എന്നത് വെലോസിറ്റി 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം 3.1536 ഇൻറ്റു 10⁻⁷ സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് ക്യാൻസൽഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 3.1536 ഇൻറ്റു 10⁸ ഇൻറ്റു 10⁻⁷ 10⁻15. ഓക്കെ, അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 9.4608 ഇൻറ്റു 10⁻15 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.4608 ഇൻറ്റു 10⁻15 മീറ്റർ. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺവേർഷൻ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 1 മീറ്ററിനെ ലൈറ്റ് ഇയറിലേക്കാണ് മാറ്റേണ്ടത്. ദെർഫോർ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1/9.4608 ഇൻറ്റു 10⁻15 ലൈറ്റ് ഇയർ. ശരിയല്ലേ? ഇത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 1 മീറ്റർ ഈസ് ഈക്വൽ ടു 0.1507 ഇൻറ്റു 10⁻⁻15 ലൈറ്റ് ഇയർ. ദാറ്റ് ഈസ് 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1.057 ഇൻറ്റു 10⁻⁻16 light year. Okay, so this is the relation between 1 meter. This is the conversion of 1 meter to light year. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 meter second⁻⁻2 is equal to kilometer per hour square. Okay. ഇപ്പോൾ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ കിലോമീറ്റർ (hour⁻2) ആക്കി മാറ്റണം അല്ലേ? ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതുന്നു. 3 meter second⁻2 ഈസ് ഈക്വൽ ടു 3 meter ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റണം. നമുക്കറിയാം 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ. ഓക്കെ, അതുകൊണ്ട് 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1/10⁻³ കിലോമീറ്റർ. ദാറ്റ് ഈസ് 10⁻³ കിലോമീറ്റർ എന്ന് കിട്ടും. ശരിയല്ലേ? അടുത്തത് 1 അവർ. 1 അവർ ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. ഓക്കെ, 60 മിനിറ്റ് എന്ന് പറയുന്നത് 60 ഇൻറ്റു 60 സെക്കൻഡ്. ദാറ്റ് ഈസ് 3600 സെക്കൻഡ്. ശരിയല്ലേ? ദെർഫോർ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1/3600 അവേഴ്സ്. നമുക്ക് മീറ്ററിന് പകരം 10⁻³ കിലോമീറ്റർ എന്ന് കൊടുക്കാം. സോ 3 ഇൻറ്റു 10⁻³ കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. സെക്കൻഡിന് പകരം 1/3600 അവർ എന്ന് കൊടുക്കാം. സോ 1/3600 അവേഴ്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ദെർഫോർ 3 meter second⁻⁻2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻³ ഓക്കെ. അവിടെ അവർ എന്ന് എഴുതണം. ഞാൻ ഈ ബ്രാക്കറ്റുള്ള അവർ മിസ്സായിപ്പോയി. ഓക്കെ, നൗ 3 ഇൻറ്റു 10⁻³ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3600 സ്ക്വയർ ഇൻറ്റു അവർ സ്ക്വയർ. ഓക്കെ, അവിടെ 3600 അവർ സ്ക്വയർ 1/3600 ഹോൾ സ്ക്വയർ മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 10⁻³ ഇൻറ്റു 3600 ഹോൾ സ്ക്വയർ കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു
36 square into 10 raised to minus 3. Okay. Into 10 raised to 2 all square. ശരിയല്ലേ? So that is equal to 3 into 36 all square മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3888 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 10 raised to minus 3 ഇൻറ്റു 10 raised to 2 സ്ക്വയർ 10 raised to 4. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 388 ഇൻറ്റു 10 raised to minus 3 എന്നത് 3.888 എന്ന് എഴുതാം, ഇൻറ്റു 10 raised to 4 കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. G ഈക്വൽ ടു 6.67 ഇൻറ്റു 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം raised to minus 2 ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ ക്യൂബ് സെക്കൻഡ് raised to minus 2 ഗ്രാം raised to minus 1. ഇതാണ് നമ്മുടെ കൺവേർഷൻ. അവിടെ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് G ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ എന്ന് എഴുതാം. കാരണം കിലോഗ്രാം raised to minus 2 എന്ന് പറയുന്നത് ബൈ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10 raised to minus 11. നിങ്ങൾ യൂണിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കൺവേർട്ട് ചെയ്യേണ്ടത് സെൻറ്റിമീറ്റർ ഓൾ ക്യൂബ് സെക്കൻഡ് raised to minus 2 ഗ്രാം raised to minus 1. അതായത് ലെങ്ത് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, മാസ് വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ഒറിജിനൽ യൂണിറ്റിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം raised to minus 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്ടൺ എന്ന യൂണിറ്റിനെ ഒന്ന് മാറ്റി എഴുതണം. ഏതിൻ്റെ ടേമിൽ? കിലോഗ്രാം മീറ്റർ സെക്കൻഡ്. ഓക്കെ, ആ യൂണിറ്റിലേക്ക് മാറ്റി എഴുതണം. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ വി ഗെറ്റ് ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു എൻ ഈസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. കിലോഗ്രാം ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് G ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10 raised to minus 11 ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ, മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ, ദറ്റ് ഈസ് മീറ്റർ ക്യൂബ്. ഓക്കെ, ഡിവൈഡഡ് ബൈ കിലോഗ്രാം സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്കിതിനെ മാറ്റി എഴുതണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10 raised to minus 11 ഇൻറ്റു മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. സോ 1 meter ഈസ് 10 raised to 2 centimeter. ഓക്കെ, ദെർഫോർ മീറ്റർ ക്യൂബിന് പകരം 10 raised to 2 centimeter ഓൾ ക്യൂബ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് എഴുതണം. നമുക്കറിയാം 1 kilogram ഈസ് ഈക്വൽ ടു 10 raised to 3 gram. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 10 raised to 3 gram ഇൻറ്റു സെക്കൻഡ് സ്ക്വയർ തന്നെ. ഓക്കെ, ഇതിന് വീണ്ടും നമ്മൾ മാറ്റി എഴുതുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10 raised to minus 11 ഇൻറ്റു 10 raised to 2 ഓൾ ക്യൂബ് 10 raised to 6. ഓക്കെ, 10 raised to 3 മുകളിലേക്ക് വരുമ്പോൾ 10 raised to minus 3. ഓക്കെ, ഇൻറ്റു സെൻറ്റിമീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ ഗ്രാം സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്കിതിനെ വീണ്ടും മാറ്റി എഴുതാം. സോ G ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. എന്ന് പറഞ്ഞാൽ ബേസ് സെയിം ആണെങ്കിൽ പവർ ആഡ് ചെയ്താൽ മതി. സോ 10 raised to minus 11 into 10 raised to 6 into 10 raised to minus 3 is equal to 10 raised to നമ്മൾ പവേഴ്സ് ആഡ് ചെയ്യുക. minus 11 plus 6, that is minus 5. minus 5 plus minus 3 minus 8. So we get 10 raised to minus 8. Okay, so the answer is 6.67 into 10 raised to minus 8 centimeter cube gram raised to minus 1 second raised to minus 2. മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ,
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്